ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഒരേ കാറിൽ യാത്ര ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉച്ചകോടിക്ക് ശേഷമുള്ള ഉഭയകക്ഷി ചർച്ച നടക്കുന്ന ഹോട്ടലിലേക്കാണ് ഇരുവരും പുടിന്റെ ഔദ്യോഗിക കാറായ ഔറസ് സെനറ്റിൽ യാത്ര ചെയ്തത്. പുടിനാണ് ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രി മോദി എത്തുന്നതിന് വേണ്ടി 10 മിനിറ്റോളം പുടിൻ കാത്തു നിൽക്കുകയും ചെയ്തു. പുടിനുമായുള്ള ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ചിട്ടുമുണ്ട്. റിക്സ് ഗാർട്ടൻ ഹോട്ടലിലായിരുന്നു ഉഭയകക്ഷി ചർച്ച നടന്നത്. രണ്ട് നേതാക്കളും പുടിന്റെ കാറിലാണ് യാത്ര ചെയ്തത്. ഇരുവരും വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉഭയകക്ഷി ചർച്ചയ്ക്കുള്ള സ്ഥലത്തെത്തിയ ശേഷവും കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ 45 മിനിറ്റോളം ചർച്ച തുടർന്നു. അതിനുശേഷം നേതാക്കൾ 1 മണിക്കൂർ നീണ്ട ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുത്തു. ഔദ്യോഗിക വൃത്തങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് ഇത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതീവ സുരക്ഷയുള്ള കാറാണ് ഔറസ് സെനറ്റ്. വെടിയുണ്ടകളും ഗ്രനേഡുകളും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇതിൽ അടിയന്തര ഘട്ടത്തിൽ ഓക്സിജൻ നൽകാനുള്ള സംവിധാനവും അഗ്നിരക്ഷാ സംവിധാനങ്ങളും ഉണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി ഇന്ത്യക്ക് US അധിക ഇറക്കുമതി തീരുവ ചുമത്തിയിട്ടുള്ള സാഹചര്യത്തിൽ പുടിന്റെ സമീപനം അതീവ ശ്രദ്ധേയമാണ്. US-ന്റെ സമ്മർദ്ദം തുടർന്നിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒഴിവാക്കാൻ ഇന്ത്യ തയ്യാറായിട്ടുമില്ല. ദേശീയ താൽപര്യത്തിന് അനുസൃതമായാണ് ഊർജ്ജ ഇറക്കുമതി നയങ്ങൾ തീരുമാനിക്കുന്നതെന്ന് US-ന് ഇന്ത്യ നൽകിയ മറുപടിയിലുണ്ടായിരുന്നു.